വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടർ ബ്രേക്കിംഗ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് നമ്പർ 4. ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ജയിൽ വാസം പ്രവചിച്ച് ദേവപ്രശ്നം. 2014 ജൂണിൽ നടന്ന ദേവപ്രശ്നത്തിലാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ മുന്നറിയിപ്പ് നൽകിയത്. അപായം, വ്യവഹാരം, മാനഭംഗം, ജയിൽവാസം എന്നിവയുണ്ടാകാമെന്നായിരുന്നു മുന്നറിയിപ്പ്. TV പ്രസാദ്, ഇതിൽ വളരെ കൗതുകകരമായ കാര്യം 2025 തന്ത്രിയും 2026 പോറ്റിയും തന്ത്രിയും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും ദേവസ്വം ബോർഡിലെ പ്രസിഡന്റും ഉദ്യോഗസ്ഥന്മാരും എല്ലാം ജയിലിൽ പോകുമെന്ന് 2014 തന്നെ ദേവപ്രശ്നത്തിൽ പറഞ്ഞിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അത് കൊടിമര ധ്വജ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ദേവപ്രശ്നമാണ്. ആ ദേവപ്രശ്നത്തിൽ പറഞ്ഞിരുന്നത് ജയിൽവാസം അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. കൊടിമര സ്വർണ്ണക്കൊള്ള വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക്. വളരെ കൗതുകകരമാണ്. ഇത്ര ദീർഘദർശിത്വമുള്ള ഒരു ദേവപ്രശ്നമായിരുന്നു അത്. അരുൺ, കൗതുകകരം തന്നെയാണ്. ഇതിലിപ്പോൾ നമ്മൾ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, പക്ഷേ ദേവപ്രശ്നത്തിൽ ആ രീതിയിലൊരു ശാസ്ത്രീയ അടിത്തറയുണ്ടോ എന്ന കാര്യത്തിൽ അതൊക്കെ വേറെ തർക്ക വിഷയവുമാണ്. അതൊന്നുമല്ല ഇതിലെ കാര്യം കൗതുകമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളതാണ്. അതായത് കൊടിമരം മാറ്റാനുള്ള ഒരു നിർദ്ദേശം നൽകിയ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ച അതേ ദേവപ്രശ്നത്തിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അരുൺ. അതിൽ കൊടിമരം മാത്രവുമല്ല, അതായത് 18-ാം പടിയുടെ രൂപത്തെ സംബന്ധിച്ച്, അതായത് അതിലൊരു മാറ്റവും വരുത്തരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. മറ്റു ചില കാര്യങ്ങൾ പറയുന്നതിൽ 31-ാമത്തെ പോയിന്റാണ് അരുൺ ഇതിൽ ഏറ്റവും പ്രധാനം. ഇപ്പോൾ അരുൺ പറഞ്ഞ പോയിന്റാണ്. പ്രസാദ്, ഇടയ്ക്ക് നമ്മളൊന്ന് ലത്തീൻ സഭ ആസ്ഥാനത്തേക്ക് പോയതാണ്. അവിടെ ജോസ് കെ മാണി എത്തിയതാണ്. വളരെ നിർണായകമായ രാഷ്ട്രീയ നീക്കം, എക്സ്ക്ലൂസീവായ നമ്മുടെ വാർത്തയായിരുന്നു ലേബിയുടെ. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നാൽ, അപ്പോൾ ജയിൽവാസം പ്രവചിച്ചു. പക്ഷേ ജയിൽവാസം പ്രവചിച്ച പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയലും ജയിലിൽ പോയില്ല. 2019 വന്ന ദേവസ്വം ബോർഡിലെ പത്മകുമാറും വാസുവാണ് ജയിലിൽ പോയത്. 2014 സ്വർണ്ണക്കൊടിമരവുമായി ബന്ധപ്പെട്ട ആളുകൾ ഇനി എത്ര പേർ ജയിലിൽ പോകും എന്നുള്ളതാണ് ദേവപ്രശ്നം ശരിയായി വന്നാലുള്ള ആശങ്ക, അല്ലേ? അത് തന്നെയാണ്. പക്ഷേ ഇത് കൊടിമരം മാത്രമായുള്ള ദേവപ്രശ്നമല്ല അരുൺ. എല്ലാ കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതിലൊന്നാണ് കൊടിമരം മാറ്റണം എന്നുള്ളത്. അതിൽ 31-ാമത്തെ പോയിന്റാണ് വലിയ കൗതുകമായിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപായം, അതുപോലെ തന്നെ വ്യവഹാരം, മാനഭംഗം, ജയിൽവാസം മുതലായവ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു എന്ന് പ്രവചിച്ചത് 2014 ജൂൺ മാസം 18-നാണ്. ഇതൊരു വല്ലാത്ത പ്രവചനമായി പോയി അരുൺ. 2014 കഴിഞ്ഞ് 29 നടന്ന സംഭവത്തിലാണ് 25, അതായത് 11 വർഷങ്ങൾക്ക് ശേഷം ജയിൽവാസം അനുഭവിച്ചത് എന്നതാണ്. പക്ഷേ ആ ദേവപ്രശ്നം നടക്കുന്ന കാലഘട്ടത്തിലുള്ളവരും ഈ കേസിലേക്കും ജയിലിലേക്കും വരുമോ എന്ന കാര്യത്തിലൊക്കെ ഇനിയും സംശയമുണ്ട്. കാരണം ഇതൊന്നും തീർന്നില്ലല്ലോ അരുൺ. ഇത് ദ്വാരപാലകത്തിലും കട്ടിളപ്പടിയിലും ഒന്നും തീരില്ലല്ലോ. ആ ശ്രീകോവിലിന്റെ പ്രധാന വാതിലിലും തീരില്ല. ഇത് കൊടിമരത്തിലേക്ക് ഇപ്പോൾ വന്നു കഴിഞ്ഞു, വാജിവാഹനത്തിലേക്ക് വന്നു, ദ്വാരപാലക വിഗ്രഹത്തിലേക്ക് വന്നു. ഇനിയിപ്പോൾ 18 പടികളിലേക്ക് വരും. അതുപോലെ തന്നെ അവിടുത്തെ മണികളിലേക്ക് വരും. അതുപോലെ തന്നെ പഴയ തിരുവാഭരണ പെട്ടിമാറലിലേക്ക് വരും. എന്തിനേറെ ഒരുപക്ഷെ ഈ പറയുന്ന വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ സമയത്തേക്ക് തന്നെ വരാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. കാരണം 25 വർഷത്തെ കാര്യങ്ങൾ, ഏതാണ്ട് 20 വർഷത്തിലധികമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ 2014 കാര്യങ്ങളും വരാൻ തന്നെയാണ് സാധ്യത. ഇത് ദ്വാരപാലക വിഗ്രഹങ്ങളിലും അതുപോലെ കട്ടിളപ്പടിയിലും മാത്രം ഒതുങ്ങില്ല എന്ന കാര്യം ഉറപ്പായി. എന്നാലും അരുൺ, ഇങ്ങനെ ഒരു ദേവപ്രശ്നത്തിൽ ഇങ്ങനെ ഒരു വാക്ക് എഴുതി ചേർക്കാൻ എങ്ങനെയാണ് ആ 3 പേർക്ക് ധൈര്യമുണ്ടായത് എന്നുള്ളതാണ്. പക്ഷേ ജയിൽവാസ സാധ്യത പറയുന്നു 2014, യാഥാർത്ഥ്യമായത് 2025 എന്നതാണ് അരുൺ. ഓക്കെ, താങ്ക് യു TV പ്രസാദ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏതെങ്കിലും തരത്തിൽ ഈ ദേവപ്രശ്നത്തിന് ശാസ്ത്രീയതയുണ്ടെന്ന് പറയാനോ അതിൽ വിശ്വാസ്യതയുണ്ടെന്ന് പറയാനോ വേണ്ടിയല്ല ഈ വാർത്ത നമ്മൾ സംപ്രേഷണം ചെയ്തത്. ആ ദേവപ്രശ്നത്തിൽ 2014 ദേവപ്രശ്നവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കിട്ടിയപ്പോൾ അതിൽ കൗതുകകരമായി ഇങ്ങനൊരു ഭാഗം കിടക്കുന്നു. മാനഭംഗം, അപായം, ജയിൽവാസം. അപായം ഉണ്ടായില്ല, മാനഭംഗം ഉണ്ടായി. അതുണ്ടായിരുന്ന സംശയമൊന്നുമില്ലല്ലോ. തന്ത്രി മുതൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് അംഗങ്ങൾ, ഒപ്പം പോറ്റി, ഇവർക്കെല്ലാവർക്കും മാനഭംഗം ഉണ്ടായി എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ ജയിൽവാസം അതും ഉണ്ടായി. പക്ഷേ ഇത് 2014 അല്ല, 2019 ഇപ്പോൾ ജയിലിൽ കിടക്കാനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. പക്ഷേ 2014 സ്വർണ്ണക്കൊടിമരവും അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഫസ്റ്റ് വൺ റിപ്പോർട്ടർ സ്വർണ്ണക്കൊള്ള ബിഗ് ബ്രേക്കിംഗ്. ശബരിമലയിലെ സ്വർണ്ണക്കൊടിമരം മാറ്റാൻ തീരുമാനിച്ചത് UDF ഭരണകാലത്താണ് എന്നുള്ള വിവരം. ഒപ്പം തന്നെ സ്വർണ്ണക്കൊടിമരവുമായി ബന്ധപ്പെട്ട ദേവപ്രശ്നത്തിൽ ജയിൽവാസം പ്രവചിച്ചിരുന്നു എന്നുള്ള വിവരം. സ്വർണ്ണക്കൊടിമരവുമായി ബന്ധപ്പെട്ടും
UDF-ന്റെ കാലത്ത് തീരുമാനമാണെങ്കിൽ ഈ ദ്വാരപാലക ശില്പപാളികളും കട്ടളപ്പാളിയും കടത്തിയ കേസിൽ ED ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെടുക്കാൻ പോകുന്നുവെന്ന വിവരം. ഒപ്പം അതിൽക്കും മേലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഒപ്പം അന്നത്തെ റാന്നി MLA ആയിരുന്ന റാന്നി MLA പോയി സന്ദർശനം നടത്തി എന്നുള്ള വാർത്തയും നമ്മൾ ഇന്നത്തെ വാർത്താ പ്രഭാതത്തിൽ കണ്ടു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ബ്രേക്കിങ്ങുകളുമായി